നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോ ഷേക്സ്പിയർ പറഞ്ഞ മച്ച് അഡോ അബൌട്ട് നത്തിങ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി തീരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നമ്മൾ പഠിക്കണം. അതിലേറ്റവും വലിയ പ്രക്ഷോഭം ഏതാണൊക്കെ എനിക്ക് ഓർമ്മയുള്ള നവനിർമ്മാൺ സമിതി എന്ന പേരിൽ ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള അന്ന് ചിമ്മൻഭായ് പട്ടേലിനെതിരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം. അത് പടർന്നു പിടിച്ചതിന് ശേഷം അത് ബീഹാറിലെത്തുകയും അവിടെ ജയപ്രകാശ് നാരായണന്റെ നേരെ സമ്പൂർണ്ണ ക്രാന്തി എന്ന പേരിൽ വരികയും അത് പിന്നീട് എമർജൻസിയിലോട്ട് വഴിയൊക്കെ ചെയ്താണ്. ഇത് അതുമാതിരിയുള്ള ഒരു സാധനമല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരു കുറെ വാട്സപ്പിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു, എന്നിട്ട് പറയുന്നത് 2 കോടി ആൾക്കാർ അവിടെ വരുമോ എന്ന് നിങ്ങളുടെ റിപ്പോർട്ടർക്ക് സംശയം. 2 കോടി എവിടെ നിന്ന് വരാനാണെന്നേ, അതിനുള്ള ലോജിസ്റ്റിക്സ് അവിടെ സാധ്യമാണല്ലോ. അല്ല അതെ അല്ല 2 കോടി ആൾക്കാരെ പേര് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ പറഞ്ഞത് അയ്യപ്പദാസ്. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇതിലുള്ള ഞാൻ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതുകൊണ്ടാണ്. രണ്ടാമത് ഇതൊരു താക്കീതാണ് ഈ ജഡ്ജിമാർക്ക്. കാരണം എന്തെങ്കിലും അങ്ങോട്ട് മോറലായിട്ട് വിളിച്ചു പറയാം. ഒരു കോടതിയിൽ ഒരു വാദം നടക്കുമ്പോൾ വെറുതെ ചുമ്മാ ഒരു ഒബ്സർവേഷൻ പറയാം, അത് വിധിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ സോഷ്യലായിട്ടുള്ള കമന്റുകളൊക്കെ അടിക്കുക, അത് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും ഈ സോഷ്യൽ കമന്റ് നിങ്ങളുടെ മീഡിയയിൽ വരുമ്പോൾ അത് പരിക്ക് പറ്റിക്കുകയാണ് ആ വ്യക്തി, ആ കോടതിയിൽ വ്യക്തിയെ ഇതായിട്ട് നിർത്തിയിരിക്കുന്ന വ്യക്തിയെ. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നാളെ ഇതിൽ ചിലപ്പോൾ ഒരു തന്ത്രം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ആ തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നു, അഭിജിത്ത് ലാൻഡ് ചെയ്തിട്ട് ഇയാൾ അവിടെ ചെല്ലുമ്പോൾ നാച്ചുറലി 7 ദിവസം പറയണമല്ലോ, അത് പറയാതിരിക്കുകയും ഇത് നിഷേധിക്കുകയും ചെയ്യുന്നു. നിഷേധിക്കുന്ന ഉടനെ തന്നെ വലിയൊരു ബഹളം ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? ആ ബഹളം അവിടെ ആളൊന്നും എത്തണമെന്നില്ല. ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ട്, ഒരു സംഭവമാക്കി മാറ്റിക്കൊണ്ട്, ഇവർ പറഞ്ഞു കേട്ടില്ല, ഇവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങൾ ഇതായിട്ട് വരിക, നിങ്ങളുടെ ഫോണായിട്ടൊക്കെ വരിക, എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ എടുത്ത് വേഗം നിങ്ങൾ പകർത്തുക എന്ന് പറയുമ്പോ അതെ കൂട്ടത്തോടെ വരിക. അപ്പൊ കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്ത് കൂട്ടമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് 10,000 പേര് കൂടിയ പത്രത്തിൽ വരാൻ പോണ 1,00,000 പേര് കൂടിയതാണ്. അപ്പൊ അതാണല്ലോ കൂട്ടത്തിന്റെ ഒരു പ്രത്യേകത, എണ്ണം പറ്റാത്ത ഒരു സാധനമാണ്. അപ്പൊ ആ നിലക്ക് അവിടെ ഇതിനൊരു വലിയൊരു വിഷയമാക്കിയിട്ട് ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് എന്താ അറിയോ, ഇത് മെയിൻലി ഇത് മീഡിയയിലാണ് ഇത് കൊണ്ടുനടക്കുന്നത്. മീഡിയയിൽ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതൊരു ഉപരി വിപ്ലവമായിട്ടുള്ളൂ ഞാൻ ഇപ്പൊ കാണുന്നുള്ളൂ. ഇതിനെ താഴത്തെത്തിക്കാൻ വലിയ പ്രയാസമാണ്. ഈ നമ്മൾ നേപ്പാളിൽ ചെറിയ ജനസംഖ്യയുള്ള നേപ്പാളോ അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ ഉണ്ടായമാരാ, അതൊക്കെ വലിയ സംഭവങ്ങളുണ്ട്. അവിടുത്തെ പ്രസിഡന്റിനെ വരെ മാറ്റം, രാജപക്ഷനെ മാറ്റേണ്ട ഇടിയാണ്. ഇതിപ്പോ ഒരു പരീക്ഷയുടെ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള CBSEയുടെ മുകളിലൊക്കെ ഉള്ള പ്രശ്നം, അത് ഈ രാജ്യവ്യാപകമായിട്ടൊരു പ്രക്ഷോഭമായി മാറ്റുക എന്നുള്ള എന്റെ അഭിപ്രായത്തിൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ്, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ശക്തമായിരുന്നല്ലോ എമർജൻസി കാലത്ത്, അതേമാതിരി ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ നിൽക്കും, സെൻട്രൽ ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് ഓഫ് കോഴ്സ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പല മീഡിയകളിലൊക്കെ പറഞ്ഞ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ഒരു ഇടിത്തിയായിട്ട് വീഴും എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വ്യക്തിപരമായിട്ട് ശശി തരൂരിന് എന്ത് വേണമെച്ചാൽ പറയാം, മൈത്ര മഹോക്കും എന്ത് വേണമെച്ചാൽ പറയാം, അവർക്ക് പങ്കെടുക്കാതിരിക്കുക ചെയ്യാം. പക്ഷെ ഇതിനെ ഒരു പ്രക്ഷോഭമായി മാറ്റിയിട്ട് ഈ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള ഒരു എന്താ പറയാ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വ്യതിചലനങ്ങൾ മാറ്റാൻ പറ്റുമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഇത് നമുക്ക് കണ്ടറിയണം ഇതാണെന്നുള്ളത്. കാരണം ഇതിന് യാതൊരു ഓർഗനൈസേഷണൽ സെറ്റപ്പും ഇല്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെയും കാതുകളെയൊക്കെ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇതാ പഴയ അസ്ത്രം ഗഫൂർ തന്നെയാണോ? അദ്ദേഹം അസ്ത്രം ഗഫൂർ എന്നുള്ള ആ പേരൊക്കെ മാറ്റിയിട്ട് ശരിക്കുള്ള ഫസൽ ഗഫൂർ ആയോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അസ്ത്രം ഗഫൂർ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇവിടെ വലിയ പ്രക്ഷോഭമൊക്കെ നടന്ന സമയത്ത് മാധ്യമങ്ങളോടായിട്ട് ഞങ്ങൾ കുറേ അസ്ത്രങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്നും അത് സമയമാകുമ്പോൾ ഞങ്ങൾ എടുത്ത് പ്രയോഗിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അസ്ത്രം ഗഫൂർ എന്ന പേര് വന്നത്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ വെച്ച് PFI അഥവാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സമ്മേളനത്തിൽ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ഒരു ഫസൽ ഗഫൂറിനെ നമ്മൾ കണ്ടിരുന്നു. അന്നൊരു പക്ഷേ അദ്ദേഹം വിചാരിച്ചിരുന്നില്ല, പിന്നീട് സോഷ്യൽ മീഡിയയൊക്കെ വ്യാപകമായി എല്ലാവരുടെയും കയ്യിലെത്തുമ്പോൾ താൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തനിക്കെതിരെ വരും എന്ന് അദ്ദേഹം കരുതിയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിലുണ്ടായിരുന്നത് ഓരോ സംസ്ഥാനത്തെയും മുസ്ലിം ജനസംഖ്യയും പിന്നീട് ഒരു മുസ്ലിം പാർട്ടിയുടെ ആവശ്യകതയും, അങ്ങനെ ഒരു മുസ്ലിം പാർട്ടി ഉണ്ടാക്കുക, അതിനൊപ്പം ഒരു പിന്നോക്ക വിഭാഗത്തിനെ കൂടി ചേർത്ത് പിടിച്ചാൽ ഓരോ സംസ്ഥാനത്തെയും ഭരണം പിടിക്കാമെന്നും അങ്ങനെ ഒടുവിൽ ഇന്ത്യയുടെ ഭരണം കൈയാളാം എന്ന് പോപ്പുലർ ഫ്രണ്ടിന് ഉപദേശം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ തന്നെ മുൻപ് പലതവണയായിട്ട് അത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഗണത്തിലേക്ക് ചേർന്ന ഒരാളാണ് എന്ന തരത്തിലാണ് പിന്നീട് ഈ മനുഷ്യനെ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത്. അങ്ങനെ അസ്ത്രം ഗഫൂർ എന്ന പേരും കിട്ടി. പക്ഷേ ഇതാ ഇപ്പോൾ ഇത് പാർട്ടി ഡൽഹിയിൽ നടത്തിയ ഒരു സമരം നമുക്കറിയാം. നമ്മൾ ഇതിനൊക്കെ തന്നെ അതിൻ്റെ എല്ലാം വാർത്തകളും കണ്ടു കഴിഞ്ഞാണ്. അത് നടക്കുന്നതിന് തലേ ദിവസം അതിനെപ്പറ്റി ഈ ഫസൽ ഗഫൂർ, ഇനിയിപ്പം അസ്ത്രം ഗഫൂർ എന്ന് വിളിക്കാമോ എന്നറിയില്ല, ഫസൽ ഗഫൂർ പങ്കെടുത്ത ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകളും പറഞ്ഞത് അദ്ദേഹം
പറഞ്ഞതുപോലെ തന്നെയാണ് പിറ്റേ ദിവസം സംഭവിച്ചത്. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് ഒടുങ്ങും എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെയായി. ഇത് താഴെത്തട്ടിലോട്ട് പോവില്ല, വലിയ ആൾക്കൂട്ടമൊന്നും കാണില്ല, ഒരു പരീക്ഷയുടെ പേരിലുള്ള ഒരു സമരമൊന്നും ഈ രാജ്യത്തിനെ ബാധിക്കാൻ പോകുന്നില്ലെന്നും അതല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഈ കേന്ദ്ര ഭരണത്തിനെ ഇതൊന്നും ബാധിക്കില്ല എന്നും തരത്തിലെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചു. ശരിക്കും അത്ഭുതം തോന്നുന്നു. മുൻപ് നമുക്കറിയാം ഫക്രുദ്ദീൻ അലി എന്ന് പറഞ്ഞ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. ഒരു 6-7 വർഷത്തിന് മുമ്പൊക്കെ കടുത്ത സംഘപരിവാർ മോദി വിരുദ്ധനായിരുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹവും ഇപ്പോൾ കുറേ കാലമായിട്ട് വസ്തുതകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിൻ്റെ തെറ്റും ശരിയുമൊക്കെ തികഞ്ഞെടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത്, വൺ സൈഡ് അല്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഈ ഫസൽ കപൂറും മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ മനോരമ പോലെ ഉള്ള ഒരു ചാനലിൽ ഈ അനാവശ്യമായിട്ട് വലിയ ഹൈപ്പ് കൊടുക്കുകയാണ് മനോരമയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാറ്റ സമരത്തിന് വേണ്ടിയിട്ട്, ഈ കോക്രോച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കേണ്ട വ്യക്തി രാഹുൽ ഗാന്ധിയാണ് എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് മനോരമയൊക്കെ. അപ്പോൾ മോദിക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ എന്തു വന്നാലും അവരുടെ മെറിറ്റൊന്നും അവർ നോക്കില്ല, അവർക്ക് വലിയ ഹൈപ്പ് കൊടുക്കും. അങ്ങനെ അവർ ആ ചർച്ച സംഘടിപ്പിക്കുന്നു. അതിലേക്കാണ് ഈ ഫസൽ കപൂർ വന്നത്. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ടത് വിശകലനം ചെയ്യുന്നു. പുള്ളി എന്തൊക്കെയാണോ പറഞ്ഞത് അതവിടെ സംഭവിച്ചു. ഇവർ ഈ വലിയ ആൾക്കൂട്ടം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് കാണുന്ന പോലെ 1000-2000 പേരൊക്കെ ആയിരിക്കും വരുന്നത്. അതിനും നമ്മൾ പറയുന്നത് 10,000 ലക്ഷങ്ങൾ എന്നായിരിക്കും. അതിലൊന്നും വലിയ കഥയില്ല എന്നൊക്കെ പറഞ്ഞത് അച്ചട്ടായി. അതേപോലെ തന്നെ ഇവർക്ക് വലിയ സ്വാധീനമൊന്നും ഇന്ത്യയുടെ ജനങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശക്തമായിട്ടുള്ള കേന്ദ്ര സർക്കാരാണ് എന്ന് പോലും അദ്ദേഹം പറയുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അത് ശക്തമായിട്ടുള്ള ഒരു ഭരണമാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഫസൽ കപൂർ തയ്യാറായിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു സമയത്ത് ഫക്രുദ്ദീൻ അലി എന്ന വ്യക്തിയും ഇതേപോലെ കടുത്ത സംഘപരിവാർ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പിന്നീട് ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത് അനുകൂലിക്കേണ്ടതിനെ തീർച്ചയായിട്ടും അനുകൂലിക്കുന്നത്, നല്ലത് പറയേണ്ടതിനെ നല്ലതും പറയുന്ന ഫക്രുദ്ദീൻ അലീനെയാണ് കാണുന്നത്. ഇനി ആ വഴിയിലേക്ക് തന്നെയാണോ ഈ ഫസൽ കപൂറും പോകുന്നത് എന്നിപ്പോൾ തോന്നിപ്പോകുന്നു. കാരണം അദ്ദേഹം പതിവിന് അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലുള്ള അതിനെല്ലാം വിപരീതമായിട്ട് അനാവശ്യമായിട്ട് അതിന് ഹൈപ്പ് കൊടുക്കാതെ അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് മലമറിക്കുമെന്നൊന്നും തള്ളിമറിക്കാതെ ഇതൊന്നും ആവില്ല, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒടുങ്ങിപ്പോകുമെന്ന് കൃത്യമായിട്ടും ഈ സമരത്തിന് തലേദിവസം പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ടെങ്കിൽ, അതായത് സംഘപരിവാർ അനുകൂലി അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഈ ഫസൽ കപൂറാണ് എന്ന് തോന്നുന്നു. അത് അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു.